കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. ദിനവും അവനിൽ നീ ചാരിയിടുക, നിന്നെ പുലർത്തിടുമെന്നുമെന്നും അതിശയമായി. ദിനവും അവനിൽ നീ ചാരിയിടുക, നിന്നെ പുലർത്തിടുമെന്നുമെന്നും അതിശയമായി. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. There is a humor, one like this, two people had a quarrel about a Bible passage. ഒരു വേദഭാഗത്തെ സംബന്ധിച്ച് രണ്ടാളുകൾ തമ്മിൽ ഒരു തർക്കമുണ്ടായി. So they both came to the rabbi to find out who is true. അതിനുശേഷം അവർ ഗുരുവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ഞങ്ങളിൽ ആരാണ് ശരി? So the first man explained his position in the Bible clearly, and he asked the rabbi, "Am I right?" ആദ്യത്തെ ആൾ ഈ ഗുരുവിനോട് പറഞ്ഞു, താൻ എന്താണ് വിശ്വസിക്കുന്നതെന്ന് വ്യക്തമാക്കിയതിന് ശേഷം ഗുരുവിനോട് ചോദിച്ചു, ഞാനല്ലേ പറയുന്നത് ശരി? And he silently thought about some time, and he said, "You are right." അല്പനേരം ആലോചിച്ചിട്ട് ഗുരു അവനോട് പറഞ്ഞു, നീ പറയുന്നത് ശരിയാണ്. And now the second man, he explained his way of understanding, and now he's asking, "Am I right?" or "This man is right." ഈ രണ്ടാമത്തെ ആൾ തൻ്റെ ഭാഗം നന്നായി വിശദീകരിച്ചതിന് ശേഷം ഗുരുവിനോട് ചോദിച്ചു, ഞാനാണോ പറഞ്ഞത് ശരി, അതോ മറ്റേ ആൾ പറഞ്ഞതാണോ ശരി? And he thinks for some time, and he say, "You are right." അല്പനേരം ചിന്തിച്ചതിന് ശേഷം ഈ ഗുരു അദ്ദേഹത്തോടും പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. And there was a third person, he's asking the rabbi, "But you tell us whether this man is right or this man is right, because only one can be right." അവിടെ ഉണ്ടായിരുന്ന മൂന്നാമത്തെ ഒരാൾ ഗുരുവിനോട് പറഞ്ഞു, ഗുരു അങ്ങനെ പറയാൻ സാധിക്കില്ല, നീ ആദ്യത്തെ ആളാണോ രണ്ടാമത്തെ ആളാണോ ശരി എന്ന് വ്യക്തമായി പറയണം, കാരണം ശരി എപ്പോഴും ഒന്ന് മാത്രമേ ഉള്ളൂ. And the rabbi thought for some time, and he said, "You are also right." ഈ ഗുരു അല്പനേരം ആലോചിച്ചിട്ട് അവനോടും പറഞ്ഞു, നീ പറഞ്ഞതും ശരിയാണ്. In Bible, sometimes we think that there is only one answer. പലപ്പോഴും വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം മാത്രമാണ് എന്നാണ്. But Bible has many truths. എന്നാൽ വേദപുസ്തകത്തിൽ പല സത്യങ്ങളുണ്ട്. Bible has 7 faces, they say. വേദപുസ്തകം പറയുന്നു വേദപുസ്തകത്തിൽ 7 മുഖങ്ങളുണ്ട് എന്ന്. That means the interpretations are infinite, the meanings are infinite. അതുകൊണ്ട് തന്നെ നമുക്കറിയാം വേദപുസ്തകം നൽകുന്ന അർത്ഥങ്ങളും വേദപുസ്തകം നൽകുന്ന വിവിധ തലങ്ങളും അനന്തമായിട്ടുള്ളതാണ്. And now Jesus Christ is thinking, the Judeans are asking me whether Jerusalem is right. The Samaritan woman is asking me if Gerizim is right. But I know the third group of people. യേശു കർത്താവ് ഇപ്പോൾ ഇപ്രകാരം പറയുന്നു, യഹൂദനെ സംബന്ധിച്ചിടത്തോളം യെരുശലേമാണ് ശരിയായ സ്ഥലം, ശമര്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഗെരിസീമാണ് ശരിയായ സ്ഥലം. എന്നാൽ യേശു പറയുന്നു, ഇപ്പോൾ ഇതാ മൂന്നാമത്തെ ഒരു ശരിയായ കാര്യവുമുണ്ട്. They are the people who will be Christians in a short time all over the world. അപ്പോൾ യേശു പറഞ്ഞു, ഈ മൂന്നാമത്തെ ആളുകൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ്. അല്പനാളുകൾക്ക് ശേഷം അവർ ലോകം മുഴുവൻ പടരാനായി പോവുകയാണ്. They will also worship me. അവരും എന്നെ ആരാധിക്കാൻ പോകുന്നു. That is why he politely, smilingly says to the woman, "Neither Jerusalem, neither Gerizim, but all over the world, in all the mountains of the world." അതുകൊണ്ട് തന്നെ യേശു കർത്താവ് ശാന്തമായി വിനയമുള്ളവനായി സ്ത്രീയോട് പറഞ്ഞു, യെരുശലേമോ ഗെരിസീമോ അല്ല, എന്നാൽ ദൈവത്തെ ആരാധിക്കേണ്ടത് ലോകമെമ്പാടുമാണ്. You remember, Jesus always had this in his mind. യേശു കർത്താവിന്റെ മനസ്സിൽ എപ്പോഴും ഇതുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. That is why he said, first in Jerusalem, then in Samaria, to the ends of the world you go and preach. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ആദ്യം യെരുശലേമിലും പിന്നെ ശമര്യയിലും ലോകത്തിന്റെ അറ്റത്തോളം പോയി നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കണം. My daughter, you may not realize now, but later you will know that not merely in Jerusalem, not merely in Gerizim,
but I am opening up the gospel for the whole world, and you will see that they will worship the Lord in truth and spirit. യേശു കർത്താവ് ഈ സ്ത്രീയോട് പറഞ്ഞു, മകളെ, നീ ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം യെരുശലേമല്ല, ഗെരസീമോ അല്ല, ലോകമെമ്പാടും എന്നെ ആരാധിക്കുന്ന ആ ഒരു സമയം നിന്റെ മുൻപിലുണ്ട് എന്നുള്ളത് നീ തിരിച്ചറിയണം. Can you see in a moment how Jesus has lifted her in life? ഈ പ്രത്യേക സമയത്ത് യേശു കർത്താവ് എങ്ങനെയാണ് അവളുടെ ജീവിതത്തെ ഉയർത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. How he has lifted up her perceptions. അവളുടെ കാഴ്ചപ്പാടുകളെ യേശു എങ്ങനെയാണ് ഉയർത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. How he has transformed her that she is a woman who is speaking with God. അവൾ ഒരു ദൈവത്തോട് സംസാരിക്കാൻ തക്കവണ്ണം അവളെ എപ്രകാരം യേശു കർത്താവ് ഉയർത്തി എന്ന് നമുക്ക് മനസ്സിലാകും. And now she is saying, yes, I know. We are told that Messiah is coming. When he comes, he will show the right thing where to worship. ഇപ്പോൾ അവൾ യേശുവിനോട് പറയുന്നു, എനിക്കറിയാം മശിഹ വരുന്നുണ്ട്, മശിഹ വരുമ്പോൾ അവൻ സകലവും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. And this is the most vulnerable, weakest place in Jesus Christ. യേശു കർത്താവിന്റെ ജീവിതത്തിലെ വളരെ ദുർബലമായ ഒരു നിമിഷമായി ഇത് മാറുകയാണ്. He was able to hide his divinity to anybody he met. യേശു കർത്താവ് കണ്ടുമുട്ടിയതായ പല ആളുകളുടെയും മുൻപിൽ അവന്റെ ദൈവത്വത്തെ ഒന്ന് ഒളിച്ചു വെക്കാൻ അവന് കഴിഞ്ഞിരുന്നു. But to this daughter, he broke down. He could not hide. എന്നാൽ ഈ സ്ത്രീയുടെ മുൻപിൽ, ഈ മകളുടെ മുൻപിൽ അവന്റെ ദൈവത്വത്തെ മറച്ചു വെക്കാൻ അവൻ സാധിച്ചില്ല. അത് വല്ലാതെ വെളിപ്പെട്ടു വരികയായിരുന്നു. He simply had to say, I am that person, Amma. അപ്പോൾ ഈ സ്ത്രീയോട് അവൻ പറയുന്നു, മകളെ, ഞാനാണ് ആ മശിഹ. Jesus never shared with anybody openly like this that I am Messiah. ഇതുപോലെ തുറന്ന് യേശു ആരോടും പറഞ്ഞിട്ടില്ല ഞാനാണ് മശിഹ എന്ന്. That is why every time I read this passage, I am moved, because this was the most intimate conversation between God the Father and his daughter. ഈ വേദഭാഗം ഞാൻ വായിക്കുമ്പോഴൊക്കെയും എനിക്ക് വല്ലാത്ത ഒരു അനുഭവത്തിലൂടെ ഞാൻ പോകാറുണ്ട്. കാരണം ദൈവം തൻ്റെ മകളുമായി നടത്തുന്ന ഏറ്റവും അടുത്ത സംഭാഷണമാണിത്. Now the daughter discovers the father. ഇവിടെ മകൾ തൻ്റെ അപ്പനെ തിരിച്ചറിയുകയും കൂടെയാണ്. And she discovers that this is the Messiah. അവൾ അവിടെ തിരിച്ചറിയുന്നു, ഇവനാണ് മശിഹ. And she is not able to wait anymore. അവൾ ഇനിയും കാത്തിരിക്കേണ്ടതായ ആവശ്യമില്ല. By the time the disciples come, അപ്പോഴത്തേക്ക് ശിഷ്യന്മാർ കടന്നു വന്നപ്പോൾ, and they come with the food, അവർ ഭക്ഷണവുമായിട്ടാണ് വന്നത്. they are very surprised to see Jesus talking with a woman. യേശു കർത്താവ് ഒരു സ്ത്രീയോട് സംഭാഷിക്കുന്നത് വളരെ അമ്പരപ്പോടെയാണ് അവർ കണ്ടത്. Still they do not ask anything. എങ്കിലും അവർ ഒന്നും യേശുവിനോട് ചോദിച്ചില്ല. And they say, there is food here. എന്നിട്ട് അവർ യേശുവിനോട് പറഞ്ഞു, ഇതാ ഞങ്ങൾ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. And Jesus says, I have some food which you do not know. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. They think that perhaps somebody has brought food. ഒരു പക്ഷേ ശിഷ്യന്മാർ ചിന്തിച്ചിരിക്കാം, ആരോ യേശുവിനെ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു. But it was to do the will of the Father. That was Jesus, the food he mentions. എന്നാൽ യേശു പറയുന്ന ആഹാരം എന്ന് പറയുന്നത് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ള ആഹാരമാണ്. So this passage speaks about the living water and the living food. ഈ വേദഭാഗം നമ്മോട് പറയുന്നത് ജീവനുള്ള ജലത്തെക്കുറിച്ചും ജീവനുള്ള ഭക്ഷണത്തെക്കുറിച്ചുമാണ്. By the time it says, she left the bucket and she ran to her village. ആ സമയമായപ്പോഴത്തേക്കും ഈ സ്ത്രീ തൻ്റെ പാത്രം ഉപേക്ഷിച്ച് പട്ടണത്തിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. Water is the most important thing in life. അവളുടെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ നിമിഷം, സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഈ ജലമായിരുന്നു. She may not have had the resources to buy another bucket. ഒരു പക്ഷേ അവൾക്ക് മറ്റൊരു പാത്രം വാങ്ങിക്കുവാനുള്ള പണം ഉണ്ടാകുമായിരിക്കില്ല. But when we see the most important thing in our life, we throw away the less important things. എന്നാൽ അവളുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ കാര്യം അവൾ മനസ്സിലാക്കിയപ്പോൾ അവളുടെ ജീവിതത്തിലെ മറ്റെല്ലാം അവൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു. Don't we have this experience in our life? നമ്മുടെ ജീവിതത്തിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടോ? Some of the things which we thought that this is the most important, which I cannot give up at any cost, but when Christ came into our life, that simply disappeared.
ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാൽ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം അപ്രസക്തമായി പോകും എന്ന് നാം തിരിച്ചറിയുന്നു. Christ is the most valuable possession. നമ്മുടെ ജീവിതത്തിൽ നാം കൈവശമാക്കേണ്ട ഏറ്റവും വലിയ സമ്പത്താണ് ക്രിസ്തു. That young man, when he came to see Jesus, ആ യവനക്കാരനായ മനുഷ്യൻ യേശുവിനെ കാണാൻ വന്നപ്പോൾ Jesus was suggesting, give up what you have and come to me. You can stay with me. You can listen to me. You can sleep with me. That was the biggest privilege any human can have. ആ മനുഷ്യനോട് യേശു കർത്താവ് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ നീ വലിയതെന്ന് കരുതുന്നതിനെയൊക്കെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വരിക, നിനക്ക് എന്നോടുകൂടെ താമസിക്കാം, എന്നോട് സംഭാഷിക്കാം. അതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയതായ കാര്യം. Who can have the privilege to stay with Jesus? ആർക്കാണ് യേശുവിനോടൊപ്പം ജീവിക്കുവാനുള്ള ഈ മഹത്വമായ പദവി ലഭ്യമായിട്ടുള്ളത്? But that young boy did not know the privilege that came in his life. എന്നാൽ ആ യവനക്കാരന് മനസ്സിലായില്ല ഇതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്വമുള്ള കാര്യമെന്ന്. What a privilege he lost. അവൻ നഷ്ടമാക്കിയത് എത്ര വലിയ മഹത്വകരമായ അനുഭവമാണ്. That is why I always recognize there is nothing more difficult to give up when we have Jesus Christ in our life. യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും നാം പ്രയാസമുള്ളവരായി തീരുന്നത് ഇത്തരം കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നതിലാണ്. And now this woman runs to her village. ഇവിടെ അവൾ തൻ്റെ ഗ്രാമത്തിലേക്ക് ഓടിച്ചെല്ലുകയാണ്. And she meets the men. അവിടെയുള്ള പുരുഷന്മാരെ അവൾ കണ്ടെത്തുന്നു. A woman who was not even able to meet the fellow women. ഒരു സ്ത്രീ തൻ്റെ കൂടെ ജീവിക്കുന്നതായ സ്ത്രീകളെ കാണാൻ കഴിയാത്തവൾ. A woman who was badly battered by men all her life. അവളുടെ ജീവിതത്തിൽ ഉടനീളം പുരുഷന്മാരാൽ ഉപദ്രവിക്കപ്പെട്ട ഒരു സ്ത്രീ. A woman who has only seen bad men in her life. അവളുടെ ജീവിതത്തിൽ ഒരിക്കലും നല്ല പുരുഷന്മാരെ കാണാത്ത ഒരു സ്ത്രീ. But now he runs to the men in the village. എന്നാൽ ഇപ്പോൾ അവൾ ഓടിച്ചെല്ലുന്നത് ആ ഗ്രാമത്തിലെ പുരുഷന്മാരുടെ അടുക്കലേക്ക് തന്നെയാണ്. Would you come and see that person who is here? അവൾ അവരോട് പറയുന്നു, എൻ്റെ കൂടെ വന്ന് നമ്മുടെ ഗ്രാമത്തിൽ വന്ന ആ മനുഷ്യനെ നിങ്ങളൊന്ന് കാണുമോ? He is none other than the Messiah. അവൻ മശിഹ അല്ലാതെ മറ്റാരുമല്ല. The woman thinks these people must come and see Jesus. അവൾ ആഗ്രഹിച്ചത് ഈ മനുഷ്യരെല്ലാം വന്ന് യേശുവിനെ കാണണം എന്നാണ്. The life of these men must be transformed. ഈ പുരുഷന്മാരുടെ ജീവിതം രൂപാന്തരപ്പെടണം എന്ന് അവൾ ആഗ്രഹിച്ചു. Any woman's life should not be ruined like my life. എൻ്റെ ജീവിതം നശിപ്പിക്കപ്പെട്ടതുപോലെ ഇനി ഒരു സ്ത്രീയുടെയും ജീവിതം നശിപ്പിക്കപ്പെടാൻ പാടില്ല. And usually when we think that when we want to share gospel, only with credibility we can speak gospel. പലപ്പോഴും നമ്മൾ സുവിശേഷം പങ്കുവെക്കാൻ ആഗ്രഹിക്കുമ്പോൾ നാം ചിന്തിക്കാറുള്ളത് നാം അത്രത്തിൽ വളരെ സത്യസന്ധരും നീതിയുള്ളവരുമായിട്ട് മാത്രമേ സുവിശേഷം പങ്കുവെക്കാൻ സാധിക്കുള്ളൂ എന്നാണ് നമുക്ക് കരുതുക. We always try to gather as much of credentials as possible in order to make our gospel creditable. അത്തരത്തിലുള്ള ജീവിത അനുഭവങ്ങൾ, സത്യസന്ധതയുടെയും നീതിബോധത്തിൻ്റെയും ജീവിത അനുഭവങ്ങൾ സ്വീകരിച്ചിട്ട് മാത്രമേ സുവിശേഷം പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നാം ചിന്തിക്കുക. Even then we always do not believe that our words will be believed by people. അത് മാത്രമല്ല, പലപ്പോഴും നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർ വിശ്വസിക്കുമെന്നും നമ്മൾ കരുതാറില്ല. But with what hope, with what trust this woman was running and speaking to those men. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്ത്രീ അവരുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഈ സ്ത്രീ ആരാണെന്നുള്ളത് അവർക്ക് നന്നായി അറിയാമായിരുന്നു. This is where God interacts. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. It is not we who make the people believe. നമ്മൾ പറയുന്നത് കൊണ്ടല്ല, നമ്മളല്ല ജനങ്ങളെ വിശ്വസിക്കാനായി പ്രേരിപ്പിക്കുന്നത്. But before we go there, God is there already. നാം പോകുന്നതിന് മുൻപേ യേശു ദൈവം അവിടെ ഉണ്ടാവും. And God prepares their minds and hearts. നമ്മെ കേൾക്കുന്നവരുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരുക്കുന്നത് ദൈവമാണ്. And they will hear even the most unhearable people in this world. ഒരുപക്ഷെ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളിൽ നിന്ന് പോലും അവർ കേൾക്കത്തക്കവണ്ണം യേശു അവരെ ഒരുക്കും. She could be the worst choice for gospel in that village. ആ ഗ്രാമത്തിൽ സുവിശേഷം പങ്കുവെക്കാനുള്ള അവസാനത്തെ ആളായിരിക്കും അവൾ. She was the battered, even considered as the immoral woman. ആ പട്ടണത്തിൽ ഉടനീളം
വ്യത്യസ്തമായ ജീവിതം നയിച്ച ഒരു സ്ത്രീ എന്നാണ് അവളെ അറിയുന്നത്. Samaritans were already an unrecognized people. ശമര്യക്കാരും ആ സമയത്തു തന്നെ ഒരിക്കലും കണ്ടെത്തപ്പെടാവുന്ന ആളുകളായി കണ്ടിരുന്നില്ല. Even within the Samaritans, the women of the Samaritans were more humiliated. ശമര്യക്കാരുടെയിൽ തന്നെ ശമര്യക്കാരി സ്ത്രീകൾ കൂടുതൽ അവഗണിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. Even among the Samaritan women, she was the most despised person. ഈ ശമര്യക്കാർ സ്ത്രീകളെ എല്ലാവരുടെയും നടുവിലും ഈ സ്ത്രീ അതിലും അപമാനിക്കപ്പെട്ട സ്ത്രീ ആയിരുന്നു. So the choice of the missionary seems to be an irony for us. How God can choose this person for evangelism, for mission. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് യേശു സുവിശേഷം പങ്കുവെക്കാനായി ഇത്തരം ആളുകളെ, ഈ സ്ത്രീയെ തെരഞ്ഞെടുത്തത് എന്നുള്ള വലിയ സംശയം നമ്മളിലുണ്ട്. And whoever speaks, when the Lord is there, miracle happens. ആര് സംസാരിക്കുന്നു എന്നുള്ളതല്ല, ആര് സംസാരിച്ചാലും ദൈവം, യേശു അവിടെ ഉണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. And now the miracle happens. അവിടെയാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത്, ഇവിടെ അത്ഭുതം നടക്കുന്നു എന്ന്. The men come to see Jesus. ആ പുരുഷന്മാരെല്ലാം യേശുവിനെ കാണാനായി വരുന്നു. Can you believe it? നമുക്കത് വിശ്വസിക്കാൻ സാധിക്കുമോ? And they speak to Jesus. അവർ യേശുവിനോട് സംഭാഷിക്കുന്നു, And Jesus speaks to them. യേശു അവരോട് സംസാരിക്കുന്നു. And now they recognize and they say to Jesus, "You are the savior of the world." അവർ തിരിച്ചറിയുകയാണ്. അവർ യേശുവിനോട് ഇപ്രകാരം പറഞ്ഞു, ഈ ലോകത്തിന്റെ രക്ഷിതാവ് നീയാണ്. So far they were thinking that a Messiah is coming for Israel. അവർ ചിന്തിച്ചിരുന്നത് ഇസ്രായേലിലാണ് മശിഹ വരുന്നതെന്നാണ്. But these ordinary people can say, "You are not simply a Messiah for Judeans, for Samaritans, but you are the savior of the whole world." എന്നാൽ ഈ സാധാരണക്കായ മനുഷ്യർ ഇപ്പോൾ തിരിച്ചറിയുകയും യേശുവിനോട് അവർ പറയുകയും ചെയ്യുകയാണ്, മശിഹ യഹൂദന് വേണ്ടിയോ ശമര്യക്കാർക്ക് വേണ്ടിയോ മാത്രമുള്ളയാളല്ല, ഈ ലോകത്തിനു മുഴുവനുള്ള ഒരു മശിഹയാണ് നീ. And now they invite Jesus to come and stay with them. ഇപ്പോൾ അവർ യേശുവിനോട് പറയുന്നു, നീ ഞങ്ങളുടെ കൂടെ വന്ന് പാർക്കണം. Jesus was only like a wayfarer in that place. യേശു കർത്താവ് അതിലെ ഒരു വഴിയാത്രക്കാരനായി വന്നതാണ്. But he becomes like a resident among them. എന്നാൽ യേശു അവിടുത്തെ ഒരു താമസക്കാരനായി മാറുകയാണ്. And they gave a wonderful hospitality to Jesus. യേശുവിനെ വളരെ വലിയ ഒരു സ്വീകരണം അവർ നൽകുകയാണ്. And the whole people become the disciples of Jesus. അവിടെയുള്ള മുഴുവൻ ആളുകളും യേശുവിന്റെ ശിഷ്യരായി And മാറുകയാണ്. so happily they bid farewell to Jesus. യേശുവിന് അവർ നല്ല സന്തോഷത്തോടു കൂടെയുള്ള ഒരു യാത്രയപ്പം നൽകി. And now they tell the woman, ഇപ്പോൾ അവർ ഈ സ്ത്രീയോട് പറയുന്നു, "What you told us is true. നീ ഞങ്ങളോട് പറഞ്ഞത് സത്യമായിരുന്നു. But we did not accept him simply because you told us. നീ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ അവനെ സ്വീകരിച്ചത്. Like you, we have also come to know that he is Messiah." നീ മനസ്സിലാക്കിയതുപോലെ ഞങ്ങളും അവനാണ് യഥാർത്ഥമായ മശിഹ എന്ന് മനസ്സിലാക്കി. After Jesus Christ, this is the witness of the Johannine community. അതിനുശേഷം യോഹന്നാന്റെ സുവിശേഷം കേട്ട ആളുകളുടെ സാക്ഷ്യം ഇതായിരുന്നു. That was a beautiful congregation. അത് ഒരു വളരെ നല്ല ഒരു ഇടവകയായിരുന്നു. Nicodemus was there. നിക്കോദീമോസ് അവിടെ ഉണ്ടായിരുന്നു. Samaritan woman was there. ശമര്യക്കാരിയായ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. That man who was born blind and healed, he was there. കുരുടനായി ജനിച്ച് സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ ഉണ്ടായിരുന്നു. Lazarus was there. ലാസർ അവിടെ ഉണ്ടായിരുന്നു. Martha, Mary was there. മാർത്തയും മേരിയും അവിടെ ഉണ്ടായിരുന്നു. Jesus' mother was there. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. And every day they would stand up and say what Jesus did in their life. എല്ലാ ദിവസവും അവർ തങ്ങളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു യേശു എന്താണ് ഈ ലോകത്തിൽ ചെയ്തതെന്ന്. And that is what, when the Samaritan woman was sharing this experience, they recorded it in the gospel for us. ഈ ശമര്യക്കാരായ സ്ത്രീയെ ഈ അവൾ മനസ്സിലാക്കിയ സത്യം അവരോട് വിളിച്ചു പറഞ്ഞപ്പോൾ അത് സുവിശേഷമായി അവർ സ്വീകരിക്കുകയായിരുന്നു. This is what a church means. ഇതാണ് സഭ എന്ന് പറയുന്നത്. When all of us gather, നാം എല്ലാവരും ചേർന്ന് വരുമ്പോൾ we are moved by the love of Christ. യേശു കർത്താവിന്റെ സ്നേഹത്തിലാണ് നാം ചേർന്ന് വരുന്നത്. And each one of us stand up and share what God has done in our life. നാം ഓരോരുത്തരും എഴുന്നേറ്റ് നിന്ന് പറയണം, ഈ യേശു എന്താണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തതെന്ന്. May God's name be glorified. ദൈവനാമം ഈ വചനങ്ങളിലൂടെ മഹിമപ്പെടട്ടെ. Amen. ആമേൻ. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. God, our loving Father, we thank you for this beautiful day.
We thank you for the holy words that we were meditating. Thank you for being within us in our midst. Through these words, you inspire our hearts. You make our life holy. You help us to become your witness. Help us to become like the Samaritan woman. Bless each one of us. In Jesus' name we pray. ആമേൻ.